മഴ തോരും മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഴ തോരും മുമ്പേ ഇന്ന് എപ്പിസോഡ് ഇല്ല കേട്ടോ. ഇന്ന് സാന്ത്വനത്തിൻ്റെ മെഗാ എപ്പിസോഡാണ്. അത് 6:30 തുടങ്ങി 7:30 വരെ ഉണ്ട്. ആ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ മഴ തോരും മുമ്പ് അവർ മാറ്റി വെച്ചേക്കണ്. അങ്ങനെ നമ്മുടെ സ്റ്റാലിൻ്റെയും ബാലചന്ദ്രൻ്റെയും കഥ ബാക്കി ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ബാക്കി ഇനി പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രനാണ് വൈജയന്തിൻ്റെ ഭർത്താവ്. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യനെന്ന് അറിഞ്ഞതോടെ സ്റ്റാൻലി ആകെ തകർന്നു പോകണ്. കാരണം പ്രണയവും കാമവും അതുപോലെ തന്നെ സ്നേഹവും എല്ലാം പറഞ്ഞല്ലോ. ഇനി എങ്ങനെ അയാളുടെ മുഖത്ത് നോക്കും എന്നിങ്ങനെ ആലോചിച്ച് സ്റ്റാൻലി ആകെ വിറച്ചിങ്ങനെ നിൽക്കണ്. എന്തിന് ഇനി ബാലചന്ദ്രൻ പറയാൻ പോണേന്നിങ്ങനെ ആലോചിക്കുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ ബാലചന്ദ്രനോട് പൊക്കോളൂ എന്ന് പറഞ്ഞ് കൈ കാണിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ പോകില്ല, അവിടെ തന്നെ നിൽക്കും. ഇനിയും അയാൾക്ക് കുറേ പറയാനുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഇത്രയും വഴി വണ്ടി ഓടിച്ച് വന്നത്. അങ്ങനെ ബാലചന്ദ്രന് പറയാനുള്ളതൊക്കെ കേൾക്കാൻ സ്റ്റാൻലി തയ്യാറാവണ്. വേറെ നിവർത്തിയില്ല. അങ്ങനെ സ്റ്റാൻലിയോട് ചോദിക്കണ്ടല്ലോ. അപ്പോൾ വൈജയന്തിനെ സഹോദരന്മാർ പിടിച്ചു കെട്ടി കൊണ്ടുവന്നതെന്നുള്ള കാര്യം ബാലചന്ദ്രന് അപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പിന്നെ സ്റ്റാൻലി ഒന്നും കൂടെ സ്മോളൊക്കെ അടിച്ച് അപ്പോൾ അയാൾക്ക് ധൈര്യം വരും. അപ്പോൾ അയാൾ വീണ്ടും പറയുന്നത് ഇതൊക്കെ ജീവിതത്തിൽ പലർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പ്രണയവും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഒട്ടുമിക്ക മനുഷ്യന്മാരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിലിനി പറയാനൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോയി. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ വൈജയന്തിൻ്റെ കല്യാണം കഴിഞ്ഞ് മക്കളായി, എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കും മക്കളായി. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ കുഴി തോണ്ടിയെടുക്കാനാണോ താങ്കൾ വന്നത് എന്ന് ചോദിക്കണേ. അതുമാത്രമല്ല ഇപ്പോൾ താങ്കൾക്ക് അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ എന്ന് ചോദിക്കണേ. അതെല്ലാം അവസാനിച്ചില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞേ, ആര് പറഞ്ഞു അവസാനിച്ചു എന്ന്? ഒന്നും അവസാനിച്ചിട്ടില്ല മിസ്റ്റർ, എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് പറയും. കഴിഞ്ഞ 22.5 വർഷം അവൾ എന്നെ സ്നേഹിച്ച് വഞ്ചിച്ചു, ചതിച്ചു നിന്ന്. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വിഡ്ഢീന് ഞാൻ. നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ, അവൾക്ക് സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഇനി ആണിനെയും കഴിയില്ല. അത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെന്ന്. അത് സത്യം തന്നെയാണ് മിസ്റ്റർ. അവൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, വെറുതെ സ്നേഹം നടിച്ച് എൻ്റെ കൂടെ നിന്നു. എൻ്റെ 3 മക്കൾക്ക് ജന്മം കൊടുത്തു. അത് തന്നെ, അവൾ എന്നെ ഭരിക്കുകയായിരുന്നു, ഞാൻ അവളല്ല ഭരിച്ചത്. അവളെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവളോട് ക്ഷമിച്ചൂടെ എന്നിങ്ങനെ സ്റ്റാൻലി പതുക്കനെ ചോദിക്കും. ക്ഷമിക്കായിരുന്നു, പക്ഷേ അവൾ സത്യങ്ങളെല്ലാം എന്നോട് തുറന്ന് പറഞ്ഞാണ് എൻ്റെ കൂടെ ജീവിച്ചതെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. ഇതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ചതല്ലേ മിസ്റ്റർ എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? എങ്ങനെ മനസ്സിലാക്കി എന്ന് പറയും. അതൊക്കെ പറയാം, വലിയൊരു കഥയാണ്, അതിലേക്കാണ് ഞാൻ പോകുന്നത് എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയും. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ പറയും, നിങ്ങൾ പറയുന്ന എല്ലാം കേൾക്കാൻ ഞാൻ എന്ന് പറഞ്ഞ് രണ്ടുപേരും മുഖാമുഖം അങ്ങോട്ട് ഇരിക്കുകയാണ്. എവിടെ തുടങ്ങണം എന്നിങ്ങനെ നമ്മുടെ ബാലചന്ദ്രന് അറിയണമില്ല. എന്നാലും പറയാതെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ വൈജയന്തിയുടെ കഥ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്കും മക്കളായി അവൾക്കും മക്കളായി. അവൾ ഏതോ വിഡ്ഢി വിവാഹം കഴിച്ചു എന്നൊക്കെയല്ലേ? അതല്ല, പിന്നെ ഞാൻ വൈജയന്തിയെ സ്വന്തമാക്കിയത്. ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ അവളെ സ്നേഹിക്കുന്നതാണ്. അവൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ എൻ്റെ ഇഷ്ടം ഞാൻ അവരോട് തുറന്നും പറഞ്ഞിരുന്നു. പക്ഷേ അവരാങ്ങളമാർ മുഖത്തടിച്ചാണ് എന്നോട് പകരം വീട്ടിയത്. അതും അവളെ വീട്ടിൽ വെച്ച്, അവളെ മുന്നിൽ വെച്ചു. പിന്നീടാണ് ഞാൻ ഗൾഫിന് പോയതും സാമ്പത്തികമായി ഉയർന്നപ്പോൾ എന്തുകൊണ്ടോ അവർ എനിക്ക് അവളെ വിവാഹം കഴിച്ചു തന്നു. അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ചതി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയും. പിന്നീട് നിങ്ങൾ എന്തുകൊണ്ട് വൈജയന്തി അന്വേഷിച്ച് ചെന്നില്ല എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ ചെന്നിരുന്നു, പക്ഷേ എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല. അവിടെ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. തിരിച്ചു പോരാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. ആ ശരിയാണ്, തിരിച്ചു പോരാതെ വേറെ നിവർത്തിയില്ല. കാരണം അന്ന് അവൾ നിങ്ങളുടെ കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞിരുന്നു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ഇങ്ങനെ ആകെ ഞെട്ടണ്. എന്ത്, എൻ്റെ കുഞ്ഞോ? എനിക്ക് കുഞ്ഞുണ്ടോ? എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അയാൾ ചോദിക്കും. ആ, നെയ്യാറ്റിൻകരയിലൊരു നേഴ്സിംഗ് ഹോമിൽ വൈജയന്തി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്ന് പറയും. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി വീണ്ടും ഞെട്ടും. നിങ്ങൾ പേടിക്കണ്ട, ആ പെൺകുഞ്ഞ് മരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ഔദാര്യം അവർ നിങ്ങളോട് കാണിച്ചു എന്ന് പറയും. അങ്ങനെ ആ കുഞ്ഞിനെ അവർ അനാഥാലയത്തിൽ കൊണ്ടു തള്ളി, കൊന്നില്ല. 22.5 വർഷം അനാഥത്വവും പട്ടിണിയും പരിവട്ടമൊക്കെ ആയിട്ട് അവൾ ആ അനാഥാലയത്തിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ അവൾ കഴിഞ്ഞു.
നിങ്ങളും വൈജയന്തിയും എല്ലാവരും സുഖത്തിൽ ആറാടിക്കഴിഞ്ഞിരുന്ന സമയത്ത് ഒരു തെറ്റും ചെയ്യാത്ത ആ പെൺകുഞ്ഞ് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി തെണ്ടി നടക്കുകയായിരുന്നു. കുഞ്ഞിരാമമേനോൻ ചെയ്തൊരു ചതിനതെന്ന് പറയും. പിന്നെ പിന്നെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എൻ്റെ മോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന്? നിങ്ങൾക്കതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും. അതൊക്കെ ഉണ്ട്. ഈ കുഞ്ഞിരാമമേനോൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു, കാലിന് വയ്യാണ്ടിരുന്ന്. നോക്കാനൊരു ഹോം നേഴ്സ് വേണമായിരുന്നു. അങ്ങനെ ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നല്ല സത്യം. അതിന് മുന്നേ തന്നെ അലീന എന്ന് പറയുന്നില്ല കേട്ടാ, നിങ്ങളുടെ മകളെ ഏറ്റെടുത്തിരുന്ന ബ്രിജിത്ത എന്ന് പറഞ്ഞ ആ സ്ത്രീക്ക് ലിവറിന് അസുഖമായതോടെ അവർ മരിക്കുന്നുള്ള അവസ്ഥ വന്നു. അങ്ങനെ അലീനനെ അത്രയും നാൾ അവർ നോക്കിയില്ലേ, ഇനി വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൈമാറാം എന്ന് വിചാരിച്ച് ബ്രിജിത്താമ്മ എന്ന സ്ത്രീ കുഞ്ഞിരാമമേനോനെ കാണാൻ വന്നു. കുഞ്ഞിരാമമേനോൻ സ്വന്തം പേരക്കുട്ടിനെയും കൊണ്ട് ഈ കുട്ടിനെ കാണാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പേരക്കുട്ടിക്ക് അറിയില്ല അതാരെന്നുള്ള കാര്യം പറഞ്ഞില്ല. ബ്രിജിത്താമ്മനോട് ഈ കുട്ടീനെ ഏറ്റെടുത്തോളാം എന്ന് പറയും. അങ്ങനെ ബ്രിജിത്താമ്മ മരിക്കും. പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ് വിഡ്ഢിയായ ഈ ഭർത്താവും ഈ അവൻ്റെ പേര് മനുശങ്കർ എന്നാണ്, മനുശങ്കറും കൂടി ഈ പെൺകുട്ടിയെ കാണാൻ പോയി. അലീന എന്നാണ് അവളുടെ പേര്. എന്തായാലും അവളെയും കൂട്ടി ഞാനും മനുവും ഇങ്ങോട്ട് പോന്നു. അന്ന് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അവിടം വരെയും പോയി ഈ പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് ഹോം നേഴ്സായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യവും കുഞ്ഞിരാമമേനോനില്ല. കാരണം കുഞ്ഞിരാമമേനോന് ഇവിടെ ചുറ്റുവട്ടത്ത് എവിടെ അന്വേഷിച്ചാലും ഒരു ഹോം നേഴ്സിനെ കിട്ടുമായിരുന്നു. അങ്ങനെ അവിടെ പോയി കൊണ്ടുവരണമെങ്കിൽ എന്തോ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊരു എൻ്റെ മനസ്സിലാരോ ഇരുന്ന് പറഞ്ഞു. ഞാനത് ആ മനുശങ്കറിനോടും പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴത്തേനും എൻ്റെ സംശയങ്ങൾക്കൊന്നും മറുപടി തരാനില്ലാതെ കുഞ്ഞിരാമമേനോൻ പോയി എന്ന് പറയുന്നു. അപ്പം നമ്മുടെ സ്റ്റാൻലി ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ ഒക്കെ കേട്ട് നിൽക്കണ്. എന്നിട്ട് നോക്കും, എന്നിട്ട് എന്ത്, ഹോം നേഴ്സായി അവൾ കൈതയ്ക്കൽ മാളിക വീട്ടിലേക്ക് കയറി വന്നു. പിന്നീട് അവൾ എൻ്റെ വീട്ടിലേക്കും. അവൾ നല്ല പെൺകുട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് അവൾ വേലക്കാരി തന്നെയായിരുന്നു, ജോലിക്കാരി, ഹോം നേഴ്സ്. എൻ്റെ മക്കൾക്കും അങ്ങനെ. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവൾ സ്വന്തം അമ്മനെ പോലെ തന്നെയാണ്, അമ്മയായിട്ട് തന്നെയാണ് അവളെ കണ്ടതും. അച്ഛനായിട്ട് എന്നെയും സ്നേഹിച്ച്, സഹോദരങ്ങളായിട്ട് എൻ്റെ മക്കളെയും സ്നേഹിച്ച്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. നാൾക്ക് നാൾ കയറി വരുന്നതോടെ അവൾ ഞങ്ങളെല്ലാവരെയും സ്നേഹിച്ച് ഞങ്ങളുടെ മനസ്സിൽ അവൾ കയറിപ്പറ്റി. പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്വന്തം മക്കളെക്കാളും കൂടുതൽ സ്നേഹം അവളോട് തോന്നി. പിന്നീട് കഥകളൊക്കെ ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാനും അവളും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് വരെയും എൻ്റെ ഭാര്യ പറഞ്ഞു പരത്തി. അങ്ങനെയാണ് അവൾ പോകാൻ തയ്യാറായി. ഞാൻ അവളെ പറഞ്ഞയക്കാൻ സമ്മതിച്ചില്ലായിരുന്നു. പക്ഷേ അങ്ങനെ അവൾ പോകാൻ തയ്യാറായി. പിന്നെ നിങ്ങളെങ്ങനെ അറിഞ്ഞത് എൻ്റെ മകളെന്നുള്ള കാര്യം, വൈജയന്തിയുടെ മകളെന്നുള്ള കാര്യം ചോദിക്കും. അത് അവളെ കൂട്ടുകാരിക്ക് ഫോൺ ചെയ്തപ്പോൾ അവളുടെ കൂട്ടുകാരി അങ്ങേത്തലക്കിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ്. പറയാൻ സ്വന്തം അമ്മയോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണേക്കാൾ മുന്നേ ഞാനാണ് നിങ്ങളുടെ മകള്, നിങ്ങൾ പിഴച്ച് പ്രസവിച്ച മകളാണെന്ന് പറയാൻ പറഞ്ഞു. അതോടുകൂടി എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു. മിസ്റ്റർ, അന്ന് ഞാൻ വീണു. ഒരു അറ്റാക്ക് ഞാൻ ഹോസ്പിറ്റലായി. അവിടുന്ന് അതിനു മുന്നേ ഞാൻ തന്നെ നിങ്ങളീ പറഞ്ഞ നിങ്ങളുടെ ബോസ്, അതായത് ഗംഗാധര മേനോൻ, എൻ്റെ അളിയൻ കാണാൻ പോയി. സത്യങ്ങളെല്ലാം അയാൾ പറഞ്ഞു. കാരണം എല്ലാ സത്യം അറിഞ്ഞിട്ടാണ് ഞാൻ നീലഗിരിയിലേക്ക് പോയത്. അപ്പോൾ പിന്നെ അയാൾക്ക് എന്നോട് ഒന്നും ഒളിച്ചേക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എല്ലാം അറിഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. ആ വീഴ്ചയാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അവിടെ നിന്ന് തിരിച്ചു വന്ന് എന്നെ ശുശ്രൂഷിച്ചത് അലീനേനി. അല്ലെങ്കിൽ ഞാനത് അവളെ ഏൽപ്പിച്ചു. ഞങ്ങൾ 2 മുറിയിലേക്കായി, ഞാനും വൈജയന്തിയും. അവൾ താഴെ എത്തും, ഞാൻ മുകളിലത്തെ മുറിയിലായി. എൻ്റെ എല്ലാ കാര്യങ്ങളും അലീന നോക്കുന്നതായി. അതോടുകൂടി വൈജയന്തിക്ക് വൈരാഗ്യം കൂടി. ഞാൻ അലീനനെ സ്നേഹിക്കുന്നത് മറ്റെന്തോ അർത്ഥത്തിലാണെന്ന് അവൾ വിശ്വസിച്ചു. നിങ്ങൾക്കപ്പോൾ സത്യങ്ങളെല്ലാം വൈജയോട് തുറന്നു പറയായിരുന്നില്ലേ എന്ന് ചോദിക്കും. വൈജയന്തി 22.5 വർഷം എന്നെ ചതിച്ചില്ലേ. ഇനി അവൾ സ്വന്തം മകളെ എത്രത്തോളം വെറുക്കുന്നു, അതുപോലെ തന്നെ അവൾ വെറുക്കുന്ന സ്വന്തം മകളെ ഞാൻ ചേർത്ത് പിടിക്കുന്നതും
അവൾ നാളെ അറിയുമ്പോൾ ഉണ്ടാകുമ്പോൾ അവളുടെ ആ മനോവിഷമില്ലേ, അതെനിക്ക് കാണണം. അതിന് വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിലെ ഇനിയുള്ള പിടിവള്ളിയാണ് അലീന. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ പറഞ്ഞയക്കാൻ തയ്യാറായില്ല. എന്നാലും അവൾ പോകാൻ തയ്യാറായി. അവൾ പോകാൻ നിൽക്കുന്ന സമയത്താണ് ആ ഫോൺ സന്ദേശം ഞാൻ അവൾക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അവളോട് ഒരേ ഒരു വാക്ക് പറഞ്ഞു. എന്താണത് എന്ന് ചോദിക്കും. അതോ, അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി അന്ന് ഈ കുടുംബം തകർന്ന് തരിപ്പണാവും. ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യും, ഒന്നില്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ വൈജയന്തി. അതോടുകൂടി അലീന പേടിച്ച് അവിടെ നിന്നു. പക്ഷേ അവൾ പാവം കേട്ടോ. അവൾ എൻ്റെ മക്കളെയൊക്കെ സ്വന്തം മക്കളെ പോലെ തന്നെ, കൂടപ്പിറപ്പുകളെ പോലെ തന്നെ നോക്കിയത്. എൻ്റെ മകനൊരു വീഴ്ച പറ്റിയപ്പോൾ അതിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒരു ജീവിതം കൊടുത്തതും അവൾ തന്നെയാണ്. എൻ്റെ മക്കളെല്ലാം നല്ല വഴിക്കാക്കിയതും അവളാണെന്ന് പറയും. എന്നിട്ട് പിന്നെ ഇപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. ഇപ്പോഴോ, ഇപ്പം എൻ്റെ ഭാര്യ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പോണ്, ഡിവോഴ്സിനും പോകുന്നുണ്ട്. അലീനനെ പറഞ്ഞയക്കണം. അവളും പോകാൻ തയ്യാറാണ്. ഇത്രയും നാൾ അവൾ അമ്മയുടെ കൺമുന്നിൽ അമ്മയുടെ ആട്ടും തുപ്പും കൊണ്ട് നിന്നില്ലേ. ഇനി അവൾക്ക് വേണ്ടത് അച്ഛൻ്റെ സ്നേഹവും സാമീപ്യവും ഒക്കെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെത്തിക്ക് ഞാൻ വന്നതെന്ന് പറയും. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയുന്നു. ഞാൻ എന്ത് വേണമെന്നാണ് പറയുന്നത്? പണം കൊടുത്താൽ മതിയോ? ജോലി ശരിയാക്കി കൊടുത്താൽ മതിയോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ പുച്ഛിച്ചൊരു ചിരിച്ചിരിക്കും. പണവും ജോലിയൊക്കെ എന്നെക്കൊണ്ട് നടക്കും മിസ്റ്റർ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇനി എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ അവളെ മകളായിട്ട് ഏറ്റെടുക്കണമെന്നോ? അത് നടക്കില്ല മിസ്റ്റർ എന്ന് പറയും. നടക്കണം, അത് നടന്നേ പറ്റൂ എന്ന് പറയും. അതിനു വേണ്ടിയാണ് ഞാൻ പാലായിൽ നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ച് വന്നത്. ഇനി അവളെ ഒരു അനാഥത്തിലേക്കോ വലിച്ചെറിയാൻ പറ്റില്ല. കാരണം അമ്മയും അച്ഛനും സർവ്വ സ്വത്തുക്കളും ഉള്ളവളാണ് അവൾ. ഇനി എന്തിനാ മിസ്റ്റർ അവൾ അങ്ങനെ കെടുക്കണം? അവൾക്ക് നല്ലൊരു നിലയിലാവണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പട്ടികളെ സ്നേഹിക്കുന്നൊരു മോളുണ്ടെന്ന്. അതവളാണ്. നിങ്ങൾ ഈ പട്ടികളെ വളർത്തുന്നത് സ്നേഹിക്കുന്നതിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് എന്തുകൊണ്ടാണ് പട്ടികളോട് സ്നേഹം വന്നതെന്ന്. ഇപ്പോഴല്ലേ അതിൻ്റെ കാര്യം മനസ്സിലായെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ സ്റ്റാലി ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, പണോ എന്ത് വേണമെങ്കിലും അവൾക്ക് കൊടുക്കാം എന്ന് പറയും. നിങ്ങൾക്ക് അവളെ കാണണമെന്നില്ലേ മിസ്റ്റർ എന്ന് ചോദിക്കും. കാണണം എന്നൊക്കെ ഉണ്ടെന്ന് പറയും. ആ എങ്കിൽ നിങ്ങൾ കാണണം. അവളെ ഞാൻ നിങ്ങളെ എത്തി കൊണ്ടുവന്ന് നിർത്തി തരാം. ഇനി അവൾക്ക് അമ്മേരെ ആവശ്യമില്ലല്ലോ. അമ്മ ഇനി അവളെ തിരിച്ചറിയുകയും വേണ്ട. പക്ഷേ വൈജയന്തി എന്തായാലും സത്യം അറിയണം. അത് പക്ഷേ അലീന നിങ്ങളുടെ മുന്നിലെത്തിയതിന് ശേഷം. ഇനി വൈജയന്തിക്ക് അലീനനെ കൈയെത്തിച്ച് തൊടാൻ പറ്റാത്ത അകലയ്ക്ക് ആയിരിക്കണം. അതെനിക്കൊരു വാശിന് എന്നിങ്ങനെ പറയുന്നു ബാലചന്ദ്രൻ. എന്തായാലും അലീനനെ ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം, അതാണ് തൻ്റെ തീരുമാനം എന്നുള്ള കാര്യവും. അത് കഴിഞ്ഞിട്ട് വൈജയന്തി പിന്നെ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ, അതായത് വൈജയന്തിക്ക് ഇനി മാപ്പുമില്ല, മാപ്പ് കൊടുക്കാനും തീരുമാനിച്ചിട്ടില്ല. ഇനി വൈജയന്തി തകർന്ന് തരിപ്പണാവാൻ പോണ്. ഇനി വൈജയന്തി എങ്ങനെയൊക്കെയാണോ ജീവിച്ചത് അതിൻ്റെ ഇരട്ടി തിരിച്ചായിരിക്കും ഇനി വൈജയന്തി ജീവിക്കാൻ പോണത്. കണ്ണീരും അലീനനെ കുറിച്ച് ഓർത്തും പിന്നെ നിങ്ങളെക്കുറിച്ച് ഓർത്തും എന്നെ ചതിച്ചതും, അതായത് ഓരോ നിമിഷവും എന്നെ ചതിച്ച് എൻ്റെ കൂടെ ജീവിച്ചതും, പിന്നെ എൻ്റെ മക്കളുടെ മുന്നിൽ അവൾ പിഴച്ച് പ്രസവിച്ചൊരു സ്ത്രീയാണെന്ന് എൻ്റെ മക്കൾ അറിഞ്ഞിട്ട് പിന്നെ അവൾ എൻ്റെ മക്കളെ മുഖത്ത് നോക്കണതും എല്ലാം കുറ്റബോധം കൊണ്ടായിരിക്കുന്നതൊക്കെ എനിക്ക് കാണണം എന്നിങ്ങനെ സ്റ്റാലിനോട് പറയുന്നു ബാലചന്ദ്രൻ. അടുത്ത ഭാഗം നാളത്തെ എപ്പിസോഡിൽ പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.